മരണക്കിടക്കയിൽ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ശങ്കരാചാര്യർ രചിച്ച സ്തോത്രമാണ് വിഷ്ണു ഭുജംഗപ്രയാത സ്തോത്രം. മരണാസന്നയായി കിടക്കുന്ന അമ്മയുടെ അരികിലിരുന്ന് ശങ്കരാചാര്യർ ഈ സ്തോത്രം സ്തുതിച്ചുവെന്നും അമ്മയ്ക്ക് ഭഗവത് ദർശനം ലഭിച്ചു, അതുവഴി മോക്ഷം പ്രാപിച്ചുവെന്നും പറയപ്പെടുന്നു. 18 ശ്ലോകങ്ങളാണ് വിഷ്ണു ഭുജംഗപ്രയാത സ്തോത്രത്തിലുള്ളത്. വായിച്ച അർത്ഥം പറയാം. ചിദംശം വിഭും നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോകാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമോസ്തു. ജ്ഞാനസ്വരൂപനും മംഗളാകാരനും സർവവ്യാപിയും പരിശുദ്ധനും ഒരിക്കലും ഭേദങ്ങൾ വരാത്തവനും ഒന്നിലും ഇച്ഛയില്ലാത്തവനും സ്വരൂപരഹിതനും ഓങ്കാരത്താൽ അറിയപ്പെടാവുന്നവനും സത്വരജസ് തമോ ഗുണങ്ങൾക്കും അതീതനായി സ്ഥിതി ചെയ്യുന്നവനും ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടല്ലാതെ വ്യക്തമാകാത്തവനും അദ്വിതീയനും തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവനും പരബ്രഹ്മസ്വരൂപനുമായി ആരെ അറിയുന്നുവോ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തഹീനം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിഗ്ദേശകാലവ്യവച്ഛേദനീയം ത്രൈവത്തിയം വേദ തസ്മൈ നമോസ്തു. അവിദ്യാസംബന്ധിയായ അശുദ്ധി ബാധിക്കാത്തവനും മംഗളാകാരനും ശാന്തസ്വഭാവനും ജനന മരണാദികൾ ഇല്ലാത്തവനും ജഗത്തിനെല്ലാം ജീവിക്കുന്നതിനുള്ള കാരണമായിരിക്കുന്നവനും സ്വപ്രകാശാനന്ദ സ്വരൂപനും ദിക്കുകൾ ദേശം കാലം ഇവയൊന്നുകൊണ്ടും അളന്ന് നിർണയിക്കപ്പെടുവാൻ കഴിയാത്തവനുമായിട്ട് യാതൊരുവനെ വേദങ്ങൾ പറയുകയും അറിയുകയും ചെയ്യുന്നുവോ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. ഇനിയുള്ള 6 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ചർത്ഥം പറയാം. മഹായോഗപീഠേ പരിഭ്രാജമാനേ ധരണ്യാദിതത്വാത്മകേ ശക്തിയുക്തേ ഗുണാഹസ്കരേന്ദഗ്നിബിംബേംബുമധ്യേ സമാസീനമോ കർണികേഷ്ടാക്ഷരാബ്ജേ സമാനോദിതാനേകസൂര്യേന്ദുകോടി പ്രഭാപൂര്യതുല്യദ്യുതീന്ദ്രനിരീക്ഷം ന ശീതം ന ചോഷ്ണം സുവർണാവതാതം പ്രസന്നം സദാനന്ദസംവിൽസ്വരൂപം സുനാസാപുടം സുന്ദരഭ്രൂലലാടം കിരീടോചിതാകുഞ്ചിതസ്നിഗ്ധകേശം സ്ഫുരൽപുണ്ടരീകാഭിരാമായതാക്ഷം സമുൽഫുല്ലരത്നപ്രസൂനാവദംസം ലസൽകുണ്ടലാമൃഷ്ടഗണ്ഡസ്ഥലാന്തം ജപാരാഗചോരാതരം ചാരുഹാസം അളിവ്യാകുലാമോദമന്ദാരമാലം മഹോരസ്ഫുരൽ കൗസ്തുഭോദാരഹാരം സുരത്നാംഗധൈരന്വിതം ബാഹുദണ്ഡൈ ചതുർഭിചലൽ കങ്കണാലങ്കൃതാഗ്രൈ ഉദാരോദരാലങ്കൃതം പീതവസ്ത്രം പദദ്വന്ദ്വനിർധൂതപത്മാഭിരാമം സ്വഭക്തേഷു സന്ദർശിതാകാരമേവം സദാ ഭാവയൻ സന്നിരുദ്രേന്ദ്രിയാശ്വ ദുരാപം നരോ യാതി സംസാരഭാരം പരസ്മൈ പരേഭ്യോഭി തസ്മൈ നമോസ്തു. ജലമധ്യത്തിലായി എല്ലാ ഭാഗങ്ങളും പ്രകാശിക്കുന്നതും പൃഥ്വി ജലം മുതലായ തത്വങ്ങൾ സ്വരൂപമായിട്ടുള്ളതും ശക്തികളോട് കൂടിയതുമായ മഹത്തായ യോഗപീഠത്തിൽ ഓങ്കാരം കർണികയായും സത്വരജസ്തമോ ഗുണങ്ങളായ ആദിത്യ ചന്ദ്രാഗ്നി ബിംബങ്ങൾ മധ്യഭാഗമായും അഷ്ടാക്ഷരമന്ത്രത്തിലെ 8 അക്ഷരങ്ങൾ ഓം നമോ നാരായണായ ഇതളുകളായിട്ടുള്ള താമരപ്പൂവിൽ വഴിപോലെ എഴുന്നള്ളിയിരിക്കുന്നതും ഒരുമിച്ചുദിച്ച അനേക കോടി ആദിത്യ ചന്ദ്രന്മാരുടെ പ്രഭാപൂരത്തിനു സമമായ പ്രകാശത്തോടു കൂടിയതും നേരെ നോക്കുവാൻ കഴിയാത്തതും ശീതമോ ഉഷ്ണമോ അല്ലാത്തതും സ്വർണം പോലെ പരിശുദ്ധവും തെളിഞ്ഞിരിക്കുന്നതും സദാ ജ്ഞാനസ്വരൂപമായിരിക്കുന്നതും മനോഹരമായ നാസിക, സുന്ദരങ്ങളായ പുരികക്കൊടികൾ, നെറ്റിത്തടം, കിരീടത്തിന് യോജിച്ചതും അഗ്രഭാഗം ചുരുണ്ടതും മിനുപ്പേറിയതുമായ തിരുമുടി, ശോഭിച്ചുകൊണ്ടിരിക്കുന്ന താമരപ്പൂവിതൾ പോലെ മനോഹരവും ദീർഘവുമായ കണ്ണിണ,
വഴിപോലെ വികസിച്ചു നിൽക്കുന്ന രത്നമയമായ പുഷ്പങ്ങളാകുന്ന ശിരോലങ്കാരം എന്നിവയോട് കൂടിയതും പരിലസിക്കുന്ന മകരകുണ്ടലങ്ങളാൽ സ്പർശിക്കപ്പെടുന്ന കവിൾത്തടങ്ങൾ, ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പ് നിറത്തിനെ കവർന്നെടുക്കുന്ന ആദരം, മനോഹരമായ പുഞ്ചിരി, വണ്ടുകൾ നിറഞ്ഞതും സുഗന്ധം പരത്തുന്നതുമായ മന്ദാരപ്പൂമാലകൾ, വിരിഞ്ഞ മാറിൽ വിലസിക്കുന്ന കൗസ്തുഭരത്നം, വലിയ രത്നമണികൾ കോർത്ത മുത്തുമാലകൾ എന്നിവ ചേർന്നതും അമൂല്യ രത്നങ്ങൾ പതിച്ച തോൾ വളകളോടുകൂടി തന്നെത്താൻ കിലുങ്ങുന്ന വളകളാൽ അലങ്കരിക്കപ്പെട്ട അഗ്രങ്ങളുള്ള നീളമുള്ള 4 തൃക്കൈകളോടു കൂടിയതും മഹത്തായ ഉദരബന്ധത്താൽ അലങ്കരിക്കപ്പെട്ടതും മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും തൃക്കാലടിയിണ കൊണ്ട് ത്യജിക്കപ്പെട്ട താമരപ്പൂവിൻ്റെ രമണീയതയോടു കൂടിയതും തൻ്റെ ഭക്തന്മാർക്ക് വഴിപോലെ പ്രകാശിപ്പിക്കപ്പെട്ടതുമായ യാതൊരു സ്വരൂപത്തെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കടിഞ്ഞാണിട്ട് മുറുക്കിയവനായിട്ട് എപ്പോഴും ധ്യാനിക്കുന്ന മനുഷ്യൻ എത്തിച്ചേരാൻ വയ്യാത്ത സംസാര സമുദ്രത്തിൻ്റെ അക്കരയിൽ എത്തിച്ചേരുന്നുവോ? പരന്മാർക്ക് പോലും പരനായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഭവിക്കട്ടെ. ശ്രിയാശാതകുംഭദ്യുതിസ്നിഗ്ധകാന്ത്യ ധരണ്യജതുർവാദളശ്യാമളാംഗ്യ കളത്രദ്വയേനാമുനാഭൂഷിതായ ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. അല്ലയോ മഹാവിഷ്ണു, സ്വർണത്തിൻ്റെ ശോഭ പോലെ മിന്നുന്ന കാന്തിയോടുകൂടിയ മഹാലക്ഷ്മി, കറുകനാമ്പിൻ്റെ ശ്യാമള നിറമാർന്ന അലങ്കാരത്തോടുകൂടിയ ഭൂമിദേവി എന്നീ കളത്ര ദ്വയത്താൽ അലങ്കരിക്കപ്പെടുന്നവനും ത്രിലോകി ഗൃഹസ്ഥനുമായ അങ്ങേക്കു നമസ്കാരം. ശരീരം കളത്രം സുധാൻ ബന്ധുവർഗം വയസ്യാൻ ധനം സത്മഭൃത്യാൻ ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരേ കിലാഹം. സ്വന്തം ശരീരം, ഭാര്യ, പുത്രന്മാർ, ബന്ധുക്കളുടെ കൂട്ടം, ചങ്ങാതിമാർ, ധനം, ഗൃഹം, ഭൃത്യന്മാർ, ഭൂമി എന്നിങ്ങനെയുള്ള സമസ്തവും പരിത്യജിച്ച് ഞാൻ ഏകനായി ദുഃഖത്തോടുകൂടി അകലത്തേക്ക് പോകുമല്ലോ. എത്രയും കഷ്ടം തന്നെ. ജരേയം പിശാചീവഹാ ജീവിതോ മേ മൃജാമത്തിരക്തം ച മാംസം ബലം ച അഹോ ദേവസീതാമി ദീനാനുകമ്പിൻ കിമദ്യാഭിഹന്തത്വയോദാസിതവ്യം. ഈ ജര, പിശാചിയെപ്പോലെ ജീവിച്ചിരിക്കുന്ന എൻ്റെ ശരീരശുദ്ധിയെയും രക്തം, മാംസം, ബലം എന്നിവയെയും കാർന്നു തിന്നുന്നു. ഹാ കഷ്ടം! അല്ലയോ ദീനരിൽ അനുകമ്പയുള്ള ദേവ, ഞാൻ ക്ഷീണിച്ചു പോകുന്നു. കഷ്ടം! അങ്ങയാൽ ഇപ്പോഴും എന്താണ് ഉദാസീനത കാണിക്കപ്പെടുന്നത്? ഖഭവ്യാഹതോഷ്ണോദ്ബണശ്വാസവേഗ വ്യഥാവിസ്ഫുരൽ സർവമർമാസ്തി ബന്ധാം വിചിന്യാഹമന്ത്യാമസഹ്യാമവസ്ഥാം ബിഭേമി പ്രഭോ കിങ്കരോമി പ്രസീദ. കഫത്താൽ തടയപ്പെട്ടതും ചൂടുള്ളതും ശക്തി കൂടിയതുമായിരിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൻ്റെ വേദനയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ മർമ്മങ്ങളും അസ്ഥിക്കെട്ടുകളും തകരുന്നതും മരണസമയത്തുണ്ടാകുന്നതും സഹിക്കാൻ കഴിയാത്തതുമായ ആ അവസ്ഥയെ വിചാരിച്ചിട്ട് ഞാൻ ഭയപ്പെടുന്നു. അല്ലയോ പ്രഭോ, ഞാൻ എന്തു ചെയ്യട്ടെ? അങ്ങ് പ്രസാദിച്ചാലും. ലബന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ മുരാരേ ഹരേ നാഥ നാരായണേതി യഥാനുസ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീലദേവ പ്രസീദ. അല്ലയോ ദയാശീലനായ ഭഗവാനെ, അച്യുത, അനന്ത, ഗോവിന്ദ, മഹാവിഷ്ണു, മുരാന്തക, ഹരേ, നാഥ, നാരായണ എന്നിങ്ങനെ ഭക്തിയോടെ ഉച്ചരിച്ചും കൊണ്ട് യാതൊരു വിധത്തിൽ ഞാൻ വീണ്ടും വീണ്ടും അങ്ങയെ സ്മരിച്ചു കൊണ്ടിരിക്കുമോ ആ വിധത്തിൽ എന്നിൽ പ്രസാദിച്ചാലും. കൃപാലോ ഹരേ കേശവാശേഷഹേതോ ജഗന്നാഥ നാരായണാനന്ദ വിഷ്ണോ നമസ്തുഭ്യമിത്യാലപന്തം മുദാമാം കുരു ശ്രീപദേ തൊൽപദാംബോജഭക്തം. അല്ലയോ കൃപാവാരിധിയായ ശ്രീനിവാസ, ഹരേ കേശവ, അശേഷഹേതോ, ജഗന്നാഥ നാരായണ, അനന്ത വിഷ്ണു, അങ്ങേക്കു നമസ്കാരം എന്നിങ്ങനെ സന്തോഷത്തോടുകൂടി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന അടിയനെ അങ്ങയുടെ തൃപ്പദാരവിന്ദങ്ങളിൽ ഭക്തിയുള്ളവനാക്കി തീർക്കണമേ. നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം നമോ നാരസിംഹസ്വരൂപായ തുഭ്യം
നമഃകാലരൂപായ സംഹാരകർത്രേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ. സർവവ്യാപിയും വസുദേവപുത്രനുമായ അങ്ങേക്കു നമസ്കാരം. നരസിംഹമൂർത്തിയായി അവതരിച്ച അങ്ങേക്കു നമസ്കാരം. ലോകസംഹാരകർത്താവായ കാലസ്വരൂപനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. വരാഹമൂർത്തിയായി അവതരിച്ച അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണോ നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. അല്ലയോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് നാഥനായിരിക്കുന്നവനെ മഹാവിഷ്ണു, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. കൗമോദകി എന്ന ഗദയും സുദർശനമെന്ന ചക്രവും ധരിച്ച തൃക്കൈകളോടുകൂടിയവനെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ശരണാഗതരുടെ സർവ്വദുഃഖങ്ങളും നശിപ്പിക്കുന്നവനെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാറ്റിനും അധീശനായിരിക്കുന്നവനെ, എൻ്റെ സമസ്ത അപരാധങ്ങളും ക്ഷമിക്കണമേ. മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേശാദിവന്ദ്യം ഭുജങ്കേശയാനം ഭജേ പത്മനാഭം ഹരേനന്യദൈവം ന മന്യേ ന മന്യേ. തിരുമുഖത്ത് പുഞ്ചിരിയും തിരുനഖങ്ങളിൽ ചന്ദ്രൻ്റെ കാന്തിയും തൃക്കരത്തിൽ ഭംഗിയുള്ള സുദർശന ചക്രവും ചേർന്നവനും ദേവാദിദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ആദിശേഷനായ മെത്തയിൽ പള്ളികൊള്ളുന്നവനുമായ ശ്രീ പത്മനാഭസ്വാമിയെ ഞാൻ ഭജിക്കുന്നു. ശ്രീഹരിയിൽ നിന്ന് അന്യമായ ഒരു ദൈവത്തെ ഞാൻ വിചാരിക്കുന്നില്ല. ഭുജംഗപ്രയാതം പടേദ്യസ്തു ഭക്ത്യാ സമാധായ ചിത്തേ ഭവന്തം മുരാരേ സമോഹം വിഹായാശു യുഷ്മത് പ്രസാദാത് സമാശ്രിത്യ യോഗം വ്രതത്യച്യുതത്വാം. അല്ലയോ മുരാന്തകനായ ഭഗവൻ, യാതൊരുവൻ ഭക്തിയോടുകൂടി അങ്ങയെ മനസ്സിൽ സങ്കൽപ്പിച്ചിരുത്തിയിട്ട് ഈ ഭുജംഗപ്രയാത സ്തോത്രത്തെ ചൊല്ലുന്നുവോ, അവൻ സംസാര സംബന്ധിയായ മോഹങ്ങളെ ഇട്ടെറിഞ്ഞ് അങ്ങയുടെ പ്രസാദം ഹേതുവായി യോഗമാർഗത്തെ ആശ്രയിച്ചവനായി, അല്ലയോ അച്യുത, അങ്ങയെ പ്രാപിക്കുന്നു, അതായത് മോക്ഷം കൈവരിക്കുന്നു.